സന്തോഷത്തോടു കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് വരുവാനായിട്ട് സർവശക്തനായ ദൈവം ഭൂമുഖത്ത് ഒരവസരം കൂടെ ശേഷിപ്പിച്ചതോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഓരോ ദിവസവും വേണ്ടുന്ന നന്മകളെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നു. അത് ദൈവത്തിന്റെ കരുണയാണ്, വിശ്വസ്തയാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. എന്നാൽ ഇന്ന് എല്ലാവർക്കും കടന്നു വരാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ പല പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ടില്ല. മോളം ആൻറ്റി വന്നിട്ടില്ല, അതുപോലെ തന്നെ ഷേർലി സിസ്റ്റർ വന്നിട്ടില്ല, വത്സം ആൻറ്റി, കുഞ്ഞോനങ്ങള്, അങ്ങനെ പലർക്കും കടന്നു വരാൻ വേണ്ടിയിട്ടില്ല. അമ്മച്ചിക്ക് കടന്നു വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പലർക്കും കടന്നു വരാനായിട്ട് കഴിഞ്ഞില്ല. പലരും ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നു, പനിയുടെ അസ്വസ്ഥതകളുണ്ട്, മറ്റ് പല വിഷയങ്ങളുടെ മധ്യത്തിൽ ജോലി അങ്ങനത്തെ കാര്യങ്ങളിൽ കടന്നു വരാനായിട്ട് കഴിയാത്ത പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാനായിട്ട് കഴിയും. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടർമാനമായിട്ട് നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. കർത്താവിന്റെ വിലദാസന്മാരിലൂടെ അനുഗ്രഹീതമായ ദൂതുകൾ കേൾക്കുവാനും ആത്മാവിൽ പുഷ്ടി പ്രാപിപ്പാനും എല്ലാം ദൈവം നമ്മെ സഹായിച്ചു. അതെല്ലാം ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്വന്തം ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് നമുക്ക് ഒരല്പം ഇടുക്കം ഞെരുക്കമൊക്കെ വന്നിട്ടുണ്ട്. വിശാലമായ റൂം നമുക്ക് ലഭിച്ചില്ല. എന്നാൽ ദൈവസാന്നിധ്യത്തിന് യാതൊരു കുറവും ഉണ്ടാകില്ല. ദൈവമായ സന്തോഷത്തിന് യാതൊരു കുറവും വരില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെറിയ റൂമിൽ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, അന്ന് നമുക്ക് ഏറ്റവും അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അനുഗ്രഹം ലഭിക്കാനായിട്ട് ദൈവം ഒരു വഴിയും കൂടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ മധ്യ കർത്താവിന്റെ ഒരു വലിയൊരു ദാസനും നമ്മുടെ മധ്യ അയച്ചിട്ടുണ്ട്. KS സാമുവൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസനും നമ്മുടെ മധ്യ കടന്നിട്ടുണ്ട്. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവസഭയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും വന്ദനം ചെയ്യുകയും ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ദൈവത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പാസ്റ്റർ കൂടുതൽ ഇൻട്രൊഡക്ഷനായിട്ട് പിന്നീട് പറയുന്നതായിരിക്കും. ദൈവദാസനിലൂടെ അനുഗ്രഹീതമായ ദൂത് കേൾക്കാനായിട്ട് സാധിക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സഭയ്ക്കും ഒരു അനുഗ്രഹമായി തീരുമെന്നതിന് യാതൊരു സംശയവുമില്ല. പ്രാർത്ഥനയോടെ ചേർന്ന് വന്ന ദൈവമക്കളെ സർവശക്തനായ ദൈവം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഏറെ നിമിഷങ്ങളൊന്നും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രം ഒരു ചെറിയ ചിന്ത പെട്ടെന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനു മുമ്പ് ആദ്യമായിട്ട് ഒരു ആത്മീക ദൂത് പറയാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട്. ഇന്ന് ദൈവസഭയോട് ഒരു ദൂത് ദൈവത്തിന് പറയാനുണ്ട്. എന്താ ദൈവത്തിന് പറയാനുള്ള ദൂതെന്ന് അറിയോ? ഇന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരിൽ 3 പേരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോകുക. ഒന്ന് വിശ്വസിക്കാമോ? ഒരു വിശ്വാസത്തിന്റെ വിത്ത് ഞാൻ ഇടുക. ആരെ സ്വീകരിക്കുന്ന അറിഞ്ഞൂടാ, ആരെ ഹൃദയത്തിലേക്ക് അത് പതിക്കുന്നത് അറിഞ്ഞൂടാ. ഏതോ ഒരു പ്രാർത്ഥന വിഷയമായിട്ട് ആരോ വന്നിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനാ വിഷയത്തിന് ഈ ആഴ്ചയുടെ ദിവസങ്ങളിൽ തന്നെ മറുപടി ലഭിച്ചിരിക്കുമെന്ന വിശ്വാസത്തോടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. മറുപടി ലഭിക്കും. 3 പേർക്ക് ആ ഒരു വലിയ അനുഗ്രഹം ദൈവം ഈ സഭയിലേക്ക് തരാൻ പോവുകയാണ്. 3 പേർക്ക് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥനയോടെ ആ ഒരു ചിന്ത ഏറ്റെടുത്താട്ടെ. കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. കർത്താവ് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ പോവുകയാണ്. അത് നിശ്ചയമായും ഈ ദിവസങ്ങളിൽ തന്നെ കിട്ടും. അടുത്ത ഞായറാഴ്ച വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറയും. എന്താണ് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾക്ക്, എന്താണ് ക്ലേശം, എന്താണ് ഭാരം, അതിനെല്ലാം പരിഹാരം വരുത്തുന്ന ദൈവത്തിന്റെ ഒരു ശക്തി വ്യാപരിക്കും. ഞാനിത് പറയാൻ കാരണം നമ്മുടെ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു ദൂത് പറയാൻ വേണ്ടിയാ. അത് മറ്റൊന്നുമല്ല. അതിന്റെ ഒന്ന് വായിച്ച് 4, 5, 6 വായിക്കും. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ശമൂവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരമരുളി. ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരമരുളി. 3 പേരുടെ പേര് പറഞ്ഞിരിക്കുക. മോശ, അഹരോൻ, അവര് പുരോഹിതന്മാരാ. പിന്നെ മറ്റൊരാൾ അവിടെ പറയുന്നുണ്ട്, നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും. 3 പേരുടെ പേര് എടുത്തു പറഞ്ഞിട്ട് പറയാ, ഇവർ യഹോവയോട് അപേക്ഷിച്ചു, യഹോവ അവർക്ക് ഉത്തരമരുളി. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ഒരു 3 പേർക്ക് കർത്താവ് ഒരു മറുപടി തരാൻ പോവുകയാണ്. ഇങ്ങനെ പറയുന്ന കാര്യങ്ങള് നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ വിശ്വാസം അത് പരിണമിച്ച് അത് റിസൾട്ട് ഉണ്ടാക്കി തരുള്ളൂ. നമ്മൾ ചിന്തിക്കും എന്തോ പറഞ്ഞതല്ലേ. അല്ല, ഒരു ദൈവദാസനിലൂടെ ഒരു വാചകം വന്ന് വീഴുകയാണെങ്കിൽ അതിലൊരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് ദൈവം നമ്മളോട് പറയുന്ന ഒരു ദൂതായിട്ട് ഏറ്റെടുക്കണം. അങ്ങനെയാണെങ്കിൽ അതൊരു വിടുതലാണ്, ഒരു ജയമാണ്. ഇവിടെ എനിക്ക് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. 3 പേരുടെ പേര് പറയാ. മോശ, അഹരോൻ, ശമൂവേൽ. 3 പേര് അവർ ശുശ്രൂഷകന്മാരായിരുന്നേ. മോശയും അഹരോനും പുരോഹിതന്മാരായിരുന്നു, പ്രവാചകനായിരുന്നു ശമൂവേൽ. ആ 3 പേരും ജനത്തിന് വേണ്ടി ശുശ്രൂഷിച്ചവരാ. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തെന്ന്. ജനത്തിന് വേണ്ടി ശുശ്രൂഷിച്ച ദൈവഭക്തന്മാർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം മറുപടി കൊടുത്തു. അവർക്ക് ദൈവം മറുപടി കൊടുത്താൽ അവർക്കൊരു ധൈര്യം കിട്ടുന്നു. എന്താ? ജനത്തിന്റെ വിഷയങ്ങൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചാൽ ദൈവം ആ വിഷയങ്ങൾക്കും ദൈവജനത്തിന് മറുപടി കൊടുക്കുമെന്ന്. ദൈവസഭയിലെ ദൈവദാസന്മാരെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അവർ ആദ്യം ചെയ്യുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുക്കുക. അതുകൊണ്ടല്ലേ ചിലപ്പോൾ നമ്മൾ പറയാറ് കർത്തദാസനെ ഒന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നതിന് കാരണം മനസ്സിലായോ? കർത്താവ് അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്.
ഇന്ന് സന്തോഷത്തോടെ ദിവസത്തിൽ വരുമ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന കർത്താവ് എനിക്ക് ഒത്തിരി മറുപടികൾ തന്നിട്ടുണ്ട്. വിശ്വാസത്തോടെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി മറുപടികൾ തന്നിട്ടുണ്ട്. ആ മറുപടിക്കായി സ്തോത്രം ചെയ്യണം. ഇനി ഞാൻ ഇവരുടെ 3 പ്രാർത്ഥനകളും പേരുടെയും 3 പ്രാർത്ഥനകൾ പെട്ടെന്നൊന്ന് പറയാം, ഓരോ പ്രാർത്ഥന വീതം പറയാനായിട്ട്. മറുപടി കിട്ടിയ പ്രാർത്ഥനകൾ. ഒന്ന്, മോശയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് വന്നു. മോശ പ്രാർത്ഥിച്ച, കർത്താവേ നിന്റെ വഴി എന്നെ അറിയിക്കണമേ, ജനത്തെയും കൊണ്ട് പോകുമ്പോൾ വഴി അറിയിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ്. ഒരു വല്ലാത്ത ഘട്ടം വന്നു. ഇസ്രായേൽ മക്കളെയും കൊണ്ടുവന്ന് ചെങ്കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുക. മുന്നോട്ട് പോകാൻ വഴിയില്ല, പിന്നോട്ട് തിരിഞ്ഞോടിയാൽ ജീവൻ പോകും. ശത്രുഗണം പിന്നിൽ നിൽക്കുമ്പോൾ, മുന്നിൽ ചെങ്കടൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് വഴി ഒന്ന് പറഞ്ഞു കിട്ടിയാൽ രക്ഷപ്പെട്ടു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. നിന്റെ കയ്യിലുള്ള വടി ഒന്ന് നീട്ടിയാൽ മതി, വഴി ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ജീവിതത്തിൽ വഴിമുട്ടിയ വിഷയങ്ങളുടെ മധ്യത്തിൽ മുന്നോട്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ, കർത്താവ് എന്റെ ക്ലേശത്തിന്റെ മധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നാഥാ. പിന്നോട്ട് പോകാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കർത്താവ്, ഞാൻ പ്രതിസന്ധിയിലായിരിക്കുന്നു, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ദൂത് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം തരാൻ വിശ്വസ്തനാണ്. കർത്താവെ, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ വിശ്വസ്തനാണ്. തിരുവെഴുത്തിൽ പറയുന്നു, മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തെങ്കിൽ ഇന്ന് ഞാൻ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. ഒന്നും കൂടെ പറഞ്ഞാൽ, ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരിക്കുക. മോശയുടെ മാത്രം വിഷയമല്ല, മോശയുടെ കൂടെ വന്ന ജനത്തിന്റെയും കൂടെ വിഷയമാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രം വിഷയമല്ല, എന്റെ കുടുംബത്തിന്റെ വിഷയമാ, എന്റെ പ്രിയപ്പെട്ടവരുടെയും കൂടെ വിഷയമാ. അങ്ങനെ നമുക്ക് ചേർന്ന് പറയാൻ കഴിയുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ഇന്ന് പറയുന്ന ദൂത് എന്താണെന്നറിയാമോ? എന്റെ വിഷയത്തിന് എന്റെ ദൈവം മറുപടി തന്നിരിക്കും. ഇനി ശൗമേലിന്റെ പ്രാർത്ഥന, ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയുണ്ട് മറുപടി കിട്ടിയത്. അതായത് 1 ശമൂവേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 9 മുതൽ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാവോ? 1 ശമൂവേൽ 7:9. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 7 വേഴ്സ് 9. അപ്പോൾ ശമൂവേൽ പാൽ കുടിക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് യഹോവയ്ക്ക് സർവ്വാംഗ ഹോമം കഴിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഉത്തരമരുളി. താഴോട്ട് വായിച്ചോ. ശമൂവേൽ ഹോമയാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പടയ്ക്കടുത്തു. എന്നാൽ യഹോവ അന്ന് ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി അവരെ ഫെലിസ്ത്യരുടെ മേൽ വലിയ ഇടിമുഴക്കി. മറുപടി വന്നത് കണ്ടോ? ശമൂവേൽ ഒരു ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഒരു വലിയ ശബ്ദം ഉണ്ടായി, സ്വർഗത്തിൽ നിന്നൊരു മറുപടി. അതൊരു അത്യുച്ചമായ ഒരു നാദമാണ്. എന്താ സംഭവിച്ചത്? ഫെലിസ്ത്യർ തോറ്റോടുകയാണ്. അത് അവിടെ വായിച്ചേ. അവർ ഇസ്രായേലിനോട് തോറ്റു. ഇസ്രായേലിൽ മിസ്പയിൽ നിന്ന് പുറപ്പെട്ട് ഫെലിസ്ത്യരെ പിന്തുടർന്നു. ബേത്കാരിന്റെ താഴെ വരെ അവർ സംഹരിച്ചു. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് നാട്ടി മിസ്പയ്ക്കും ശേനിനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അത് പറയാൻ നമുക്കൊന്ന് കഴിയണം. എങ്ങനെയാ ദൈവമക്കളെ? നമ്മുടെ മധ്യത്തിൽ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. തുടരെ പൈശാചിക പോരാട്ടം, എപ്പോഴും നമ്മെ അസ്വസ്ഥമാക്കുന്ന, ക്ലേശമുണ്ടാക്കുന്ന എങ്ങനെ പൈശാചിക പോരാട്ടം? യുദ്ധമായിട്ട് പിശാച് വാളും കുന്തമായിട്ട് വരുന്നുണ്ടോ? ഒന്നുമല്ല. പിശാചിന്റെ ആയുധങ്ങൾ അതൊന്നുമല്ല. നിരാശ, അസ്വസ്ഥത, സ്വസ്ഥതയില്ലായ്മ, ഐക്യത നഷ്ടപ്പെടുക, ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് പിശാച് കൊണ്ടുവന്നതാ. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ദുഷ്ടനായവൻ ഇതെല്ലാം കൊണ്ടുവരുമ്പോ ദൈവമക്കളെ ഒന്ന് പ്രാർത്ഥിക്കണം. ശമൂവേൽ പ്രാർത്ഥിച്ചു. ശമൂവേൽ യാഗം കഴിച്ച് ഒരു പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോ അപ്പ തന്നെ മറുപടി കിട്ടി. ഒരു മുഴക്കം കേട്ടു. ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? നിന്റെ വീട്ടിൽ അസ്വസ്ഥതകൾ മാറട്ടെ, നിരാശ മാറട്ടെ. ഓ ഹല്ലേലൂയ. ഐക്യത നഷ്ടപ്പെടുത്തിയ, സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ, സ്വൈര ജീവിതത്തിന് വിഘ്നമുണ്ടാക്കുന്ന അന്ധകാര പോരുകൾ മാറുവാൻ തൊക്കെ വേണം. ദൈവസന്നിധിയിൽ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു ശബ്ദം കേൾപ്പിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ജയത്തിന്റെ ശബ്ദം. ഓ ഹല്ലേലൂയ. ജയത്തിന്റെ ശബ്ദം നമ്മുടെ ഇടയിൽ നിന്ന് മുഴങ്ങുകയാണ്. ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്ന ദൈവത്തിന്റെ ശക്തിയായ ദൂത് അത് നമ്മളെ കേൾപ്പിക്കുന്നു. ജയം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. നമുക്കൊന്ന് ആമേൻ പറഞ്ഞാൽ മതി. ഇന്നൊരു ആമേൻ പറഞ്ഞാൽ മതി. ഇത്രത്തോളം. പിന്നെ അവർ വന്നില്ലെന്ന് തുടർന്ന് വായിക്കുന്നത്. സമയമില്ലാത്തതുകൊണ്ടോ വായിക്കാത്തത്. ഫെലിസ്ത്യർ പിന്നെ വന്നില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. സ്വസ്ഥത ദൈവം തരിക. ഇന്ന് ജയം തന്നു കഴിഞ്ഞാൽ ഇതുവരെ സഹായിച്ച ദൈവത്തിന്റെ വലിയ കൃപ വ്യാപരിക്കാൻ പോവുക. ഞാൻ മുന്നോട്ട് പോവുക. അഹരോന്റെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അഹരോന്റെ വിഷയം നമുക്കറിയാം. അഹരോന്റെ പ്രാർത്ഥന പ്രധാനപ്പെട്ട വിഷയം വന്നത് അഹരോന്റെ ശുശ്രൂഷയ്ക്കെതിരെ പോരാട്ടം വന്നു. അപ്പോഴെ കർത്താവിൻ്റെ ഒരു ഇടപെടലുണ്ടായി. വടി വെട്ടി വയ്ക്കാൻ പറഞ്ഞ കഥ അല്ലേ?
ഒരു വടി വെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിനെ ജീവൻ വെക്കാൻ ഒരു സാധ്യതയില്ല. എല്ലാ ഗോത്രത്തിൽ നിന്നും വേട്ടപ്പെട്ടവരൊക്കെ കൊണ്ടുവന്ന് വടി കൊണ്ടു വെച്ചിട്ടുണ്ട്. പേരെഴുതി വെച്ച വടിയാ. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് അത് തളിർത്തു, പൂത്തു, ഫലം കഴിച്ചു. ദൈവമക്കളെ, ഒറ്റ ദിവസം ഒരു രാത്രി കൊണ്ട് മറുപടി ലഭിച്ച മനുഷ്യനാണ് ജീവിതത്തിൽ പ്രതിസന്ധിക്ക് മധ്യത്തിൽ, ശുശ്രൂഷയ്ക്കെതിരെ നിന്ന് പോരാട്ടങ്ങളുടെ മധ്യത്തിൽ കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്, കർത്താവ് എന്നെ നിയോഗിച്ചു എന്നുള്ള ബോധ്യമുണ്ടാകാൻ തക്കവണ്ണം, ദൈവം നമുക്ക് ചില ശുശ്രൂഷ ഏൽപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഇന്ന് മറുപടി തരാൻ പോവുക. കർത്താവ് എന്നെ എന്ത് ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, കർത്താവ് എനിക്ക് ശുശ്രൂഷയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇന്നൊരു മറുപടി തരാൻ പോവുക. ഇന്ന് രാത്രി തന്നെ നിന്നോട് വെളിപ്പെടുത്തി കർത്താവ് പറയും, നിനക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വരം തന്നിട്ടുണ്ട്, രോഗശാന്തി വരം തരുന്നുണ്ട്, ചില വിഷയങ്ങളുടെ മധ്യത്തിൽ പൈശാചിക ബന്ധനങ്ങൾക്ക് നിന്ന് വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം അന്യായ ബന്ധനങ്ങളെ അറുത്തു മാറ്റുന്ന ശുശ്രൂഷ ദൈവം നിനക്ക് തരാൻ പോകുന്നുണ്ട്. ഓ ഹല്ലേലൂയ! വചനത്തിന്റെ വെളിപ്പാട് തരാൻ പോകുന്നുണ്ട്, പ്രവചന വരം തരാൻ പോകുന്നുണ്ട്, വിഷയങ്ങളിൽ നിന്ന് വെളിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർ പേരെഴുതി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുക. നമ്മുടെ പേര് ചേർത്ത് പറയണം, കർത്താവേ എൻ്റെ പേര്, കർത്താവേ ഷാമിന് വേണ്ടി കർത്താവ് ചെയ്യാൻ പോകുന്ന ശുശ്രൂഷ എന്താണ്, എന്നെ അധികാരപ്പെടുത്തുന്ന ശുശ്രൂഷ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടന്നു പോകാവൂ. ഇന്ന് രാത്രി തന്നെ അടുത്ത 24 മണിക്കൂറിന് മുമ്പ് കർത്താവ് അത് വെളിപ്പെടുത്തി തരും. ആ ശുശ്രൂഷ പറയുക മാത്രമല്ല, ആ ശുശ്രൂഷയുടെ ഒരു നിറപടിയായ ചില ഭാഗങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി സൗഖ്യം കിട്ടുമ്പോൾ മനസ്സിലാക്കുക, ഇത് പൂത്തു, ഇത് കായ്ച്ചു, എനിക്ക് ഫലം തരുന്ന വിധത്തിൽ എന്റെ ശുശ്രൂഷ ദൈവം മാനിച്ചാദരിച്ചിരിക്കുന്നു. ഓ ഗ്ലോറി 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 ഗ്ലോറി. ആ വാക്യം, സങ്കീർത്തനത്തിലെ വാക്യം ഒന്നുകൂടെ വായിക്കാം. വായിച്ച് നമുക്കിവിടെ നിർത്താം. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശൗമേലും. അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നത് എന്ന് പറഞ്ഞാൽ, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അവർക്ക് ദൈവം മറുപടി തരാൻ പോവുകയാണ്. ഇവർ യഹോവയോട് അപേക്ഷിച്ചു, അവൻ അവർക്ക് ഉത്തരമരളി. അടുത്ത വാക്യം, മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു, അവരവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. മേഘസ്തംഭത്തിൽ നിന്ന് കർത്താവ് ചിലത് സംസാരിക്കും. ആ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചില ചട്ടങ്ങൾ, ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തും. അതും കൂടെ ഒന്ന് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഒരു വലിയ ജയം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചൊന്ന് സ്വന്തം ചെയ്യാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.